നമസ്കാരം. സമൂഹത്തെ കാർന്നു നിന്ന മയക്കുമരുന്നുകളുടെ ഉപയോഗം മൂലം നമ്മുടെ മക്കൾ ലഹരിക്കടിമപ്പെട്ടു പോകുകയാണെന്നും അതിനെതിരെ നമുക്ക് പോരാടണമെന്നും ഇത്തരം പ്രഭാഷണ വേദികൾ അതിന്റെ മുന്നോടിയാണെന്നും നാസർ എടയാർ പറഞ്ഞു. എടയാർ കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ റമദാൻ പ്രഭാഷണ വേദി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുനീർ റിസ്വി മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുസലാം മുസ്ലിയാർ, സെയ്ദ് മുഹമ്മദ് ഹാജി, TK കുഞ്ഞു മുഹമ്മദ്, നൌഫൽ, ഇക്ബാൽ തുടങ്ങിയ നേതാക്കൾ സംബന്ധിച്ചു. അത് ദീനിന്റെ ഒരു കുറവുണ്ടായിട്ടോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല. നമ്മുടെ സമൂഹം, നമ്മുടെ ദീൻ പഠിപ്പിക്കാൻ നമ്മുടെ ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും നമ്മുടെ കുട്ടികൾ ഇന്ന് ഈ മാരകമായ യുദ്ധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു പരിഹാരമുണ്ടാക്കുവാൻ, അത് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും പകർന്നു കൊടുത്തുന്ന ഒരു പരിഹാരമായി ഈ പകർന്നു പരിപാടിയൊക്കെ മാറട്ടെ എന്ന് ഞാൻ പ്രത്യേകം ദുആ ചെയ്യുന്നു. ഇവിടെ കൂടിയ എല്ലാവർക്കും ദീർഘായുസ്സും അതുപോലെ ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. 20 റക്അത്ത് തറാവീഹ്, നമ്മുടെ റമദാനിലെ ഫർള് നിസ്കാരങ്ങൾ, നമ്മുടെ റവാത്തിബ് നിസ്കാരങ്ങൾ, നമ്മുടെ ഖുർആൻ പാരായണം, ഇതിനൊക്കെ വിശുദ്ധമായ റമദാൻ വരുമ്പോൾ എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത്? റമദാനിന് മുമ്പ് ഫർദ് നിസ്കരിച്ചിരുന്ന ആളുകൾ ഇപ്പോഴും ഫർദ് നിസ്കരിക്കുന്നു. റമദാനിന് മുമ്പ് റവാത്തിബ് നിസ്കരിച്ചിരുന്ന ആളുകൾ അതേ റവാത്തിബ് തുടരുന്നു. 2-4 ആക്കിയിട്ടുണ്ടോ? വിശുദ്ധമായ ഖുർആൻ ഇത്രയും ദിവസമായിട്ട് കൈകൊണ്ട് തൊടാത്ത എത്ര ആളുകളാണ്? വിശുദ്ധമായ റമദാൻ, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് ശഹ്റു റമദാൻ. ഖുർആൻ പാരായണത്തിന്റെ വാർഷിക ക്യാമ്പയിനാണ് റമദാനിൽ നടത്തേണ്ടത്. ഈ റമദാൻ മാസം വന്നിട്ട് കൈകൊണ്ട് മുസ്ഹഫ് എടുത്തു നോക്കാൻ പോലും ഭാഗ്യമില്ലാത്ത ആളുകൾ ആ കൂട്ടത്തിൽ നമ്മൾ പെടരുത്. ഓതാൻ അറിയട്ടെ, അറിയാതിരിക്കട്ടെ, വെറുതെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ നോക്കാം. ഖുർആനിലേക്ക് വെറുതെ നോക്കിയാലും പ്രതിഫലമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പരിപാടി ഉദ്ദേശിച്ചിട്ടുള്ളത്. കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ മുപ്പത്തരം.